നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ വരവേൽപ്പ്. ജില്ലയിലെ ആദ്യ സ്വീകരണ പൊതുയോഗം കുളപ്പുള്ളിയിലായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര നടത്തിവരുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് യാത്ര നയിക്കുന്നത്. യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. മലപ്പുറം ജില്ലയിലെ സ്വീകരണത്തിന് ശേഷമാണ് ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ജില്ലാതിർത്തിയായ കൂനമ്പൂച്ചിയിൽ നിന്നുമായിരുന്നു യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് ജില്ലയിലെ ആദ്യ സ്വീകരണ പൊതുയോഗം കുളപ്പുള്ളിയിലായിരുന്നു. തൃത്തല, പട്ടാമ്പി, ഷൊർണൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കുളപ്പുള്ളിയിൽ നടന്ന സ്വീകരണ പൊതുയോഗത്തിൽ പങ്കെടുത്തത്. സ്വീകരണ പൊതുയോഗം കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനെ കേരളത്തിൽ നിന്നും ഇല്ലാതാക്കാനാണ് BJPയുടെ ശ്രമമെന്നും അതിന് പിണറായിയും CPM-ഉം സഹായം ചെയ്യുകയാണെന്നും സ്വീകരണ പൊതുയോഗത്തിൽ സംസാരിക്കവേ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു. BJPയും CPM തമ്മിലുള്ള അന്തർധാരയാണ് മുഖ്യമന്ത്രിക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ എത്താത്തതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിനെതിരെയും KPCC പ്രസിഡന്റ് ആഞ്ഞടിച്ചു. കേരളത്തിൽ ഭരണമുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണമുണ്ട്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണമുണ്ട്. പക്ഷെ ഈ ഭരണവും ഈ നാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിക്കണം. ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നലെ വരെ ഞാനും നിങ്ങളും കാണാത്ത അറിയാത്ത നെറികേടിന്റെ പര്യായമായി കൊച്ചു കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുക പിണറായി വിജയൻ. ഞങ്ങൾ രാവിലെ കുറെ പാവപ്പെട്ട ആളുകളെ കാണാറുണ്ട്. ഞങ്ങൾ ഈ ജാഥ പോകുമ്പോൾ രാവിലെ 10 മണിക്ക് ഞങ്ങൾ കുറെ പരാതികൾ കേൾക്കാറുണ്ട്. ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ പരാതി കേട്ടിട്ടുണ്ട്. ആ പരാതിയൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ കണ്ണുനീർ അടിഞ്ഞു. നമ്മൾ പല സന്ദർഭങ്ങളിലും അത്രയേറെ സ്പന്ദിക്കുന്ന വികാരവും വിചാരവും ദുഃഖവും കഷ്ടപ്പാടും മനപ്രയാസവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന ബോധത്തിൽ നിന്ന് വരുന്ന ആക്രോശവും ഒക്കെ കേട്ട് ഞങ്ങൾ മടുത്തുപോയി. അഴിമതി കൊണ്ട് സർക്കാർ കേരളത്തെ മുടിഞ്ഞ തറവാട് പോലെയാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എന്തൊക്കെയാ പറഞ്ഞത്? ഈ കൈകൾ ശുദ്ധമാണ്, ഈ മടിയിൽ കലമില്ല, അന്വേഷണത്തെ പേടിയില്ല. എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് ഓടുന്നു, കേരള ഹൈക്കോടതിയിലേക്ക് ഓടുന്നു. ഹൈക്കോടതി കേസ് തള്ളി. അപ്പോ മടിയിൽ കനമുണ്ട്, കൈകൾ ശുദ്ധമല്ല, അന്വേഷണത്തെ പേടിയുണ്ട്. ഇല്ലേ? പേടിയുണ്ട്, നല്ല പേടിയുണ്ട്, നല്ല പേടി. അതാണ് മറ്റേ നിപ്പ് നിന്നത്. ആ നിപ്പുണ്ടല്ലോ, നിപ്പ് നിന്നത്. ഇപ്പൊ എന്താ ഈ കർണാടകത്തിലെയും ഹൈദരാബാദിലെയും IT കമ്പനികൾ ആകെ വിഷമിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഈ അടുത്ത് ഹൈദരാബാദിലും ബാംഗ്ലൂരൊക്കെ പോയി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പൊതുയോഗത്തിൽ അധ്യക്ഷനായിരുന്നു. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC ജനറൽ സെക്രട്ടറി KA തുളസി, വൈസ് പ്രസിഡന്റ് VT ബൽറാം, ഷാനിമോൾ ഉസ്മാൻ, BRM ഷഫീർ, ഷാഫി പറമ്പിൽ MLA, TK ബഷീർ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തു. മുഹമ്മദ് മൂസൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 80 ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു ധനസഹായമാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മൊഹസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. 80-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ അഗ്രിമെന്റ് വെച്ചവർക്ക് ആദ്യ ഗഡു വിതരണവും
മറ്റുള്ളവരുടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിയുന്ന മുറക്ക് അവരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് കേരളം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഭവന നിർമ്മാണ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. എന്നാൽ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി കേരളത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു വീട് ഉണ്ടാക്കുന്നതിന് കൊടുക്കുന്ന എമൗണ്ട് പല സംസ്ഥാനങ്ങളിലും 1 ലക്ഷമോ 1 ലക്ഷത്തിൽ താഴെയോ ആണ്. ഏറ്റവും കൂടുതൽ 2.5 ലക്ഷത്തോളം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. 4 ലക്ഷം തന്നെ നമുക്ക് പോരാ എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. കാരണം ഒരു വീട് പൂർത്തീകരിക്കാൻ അത് പോരാ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കൂടുതൽ എമൗണ്ട് 4 ലക്ഷം കൊടുക്കുക എന്നത് മാത്രമല്ല, കൂടുതൽ ആളുകളിലേക്ക് വീടെത്തിക്കുന്നതിന്റെ ബൃഹത് പദ്ധതി കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ്, സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, പുഷ്പലത, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. കേരളീയ വാദ്യ പാരമ്പര്യത്തെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളുമായി തക്കിട്ട ചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങി. കേരളീയ വാദ്യകലയുടെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് 3 പുസ്തകങ്ങളിലായി തക്കിട്ട എന്ന പേരിൽ പുറത്തിറങ്ങുന്നത്. കണ്ടനകം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യമാണ് പുസ്തകം പുറത്തിറക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ അടക്കമുള്ള പ്രഗത്ഭരുടെ മേൽനോട്ടത്തിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഷഡ്കാല ഗോവിന്ദന്മാരാരുടെ കാലഘട്ടം മുതൽ ഇന്നത്തെ തലമുറയിലുള്ള 10,000-ലധികം വാദ്യകലാകാരന്മാരുടെ വിവരങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ 15ഓളം ചരിത്രകാരന്മാരുടെയും പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരുടെയും ലേഖനങ്ങളും കഥകളി, പഞ്ചവാദ്യം, തായമ്പക, മേളങ്ങൾ, കേളി, പാണി, കലശക്കുട്ട്, സന്ധ്യവേല, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് ഉൾപ്പെടെ വിവിധ അവതരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാമവേദം, നാട്യശാസ്ത്രം, ചുമർചിത്രകല, ദാരുശില്പം, ഫോക്ലോർ, ഗുരുമുഖത്ത് നിന്നറിഞ്ഞ വായ്മൊഴികൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും ചെണ്ട, തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, കുറുംകുഴൽ, ഇലത്താളം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ചരിത്രവും നിർമ്മാണ രീതികളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളീയ വാദ്യകലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സമഗ്ര ഗ്രന്ഥം പുറത്തിറങ്ങുകയാണ്. കേരളീയ വാദ്യ പാരമ്പര്യം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രന്ഥം തക്കിട്ട എന്ന 3 വാള്യങ്ങളോടുകൂടി 2000-ലധികം A4 സൈസിലുള്ള പേജുകളിലൂടെ ആണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. നമ്മുടെ വാദ്യകലയ്ക്ക് യാതൊരുവിധ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയാൻ ഇതുവരെ നമുക്കില്ല. ആദ്യമായിട്ടാണ് ഒരു ഗ്രന്ഥം പൂർത്തീകരിക്കുന്നത്. അതിൽ സാമവേദം, ദാരുശില്പങ്ങൾ, പുരാരേഖ്യകൾ, ഫോക്കുലർ, ചുമർചിത്രകലകൾ, മലയാളം, കന്നഡ, തുളു, തമിഴ് സാഹിത്യങ്ങൾ ഉൾപ്പെടെയുള്ള 15ഓളം പ്രശസ്തരായ ചരിത്രകാരന്മാരുടെ ലേഖനങ്ങൾ മട്ടന്നൂർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെ വാദ്യ പാരമ്പര്യത്തിന്റെ വിവരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയ ഗ്രന്ഥത്തിന് 3 വാള്യങ്ങളിലുമായി 2000ഓളം പേജുകളുണ്ട്. 4000 രൂപ മുഖവിലയുള്ള ഈ 3 പുസ്തകങ്ങൾ പ്രീ പബ്ലിക്കേഷനിൽ 2800 രൂപയ്ക്ക് ലഭിക്കുമെന്ന് സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഡയറക്ടർ സന്തോഷ് ആലങ്കോട് പറഞ്ഞു. CCTV ന്യൂസ്, തൃത്താല. കല്ലടത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. 16 ദേശങ്ങളുടെ പൂരം വരവുകൾ ക്ഷേത്ര പരിസരത്ത് സംഗമിച്ചു. അനുഷ്ഠാന ചടങ്ങുകൾക്ക് ശേഷം കാവുംപുറത്ത് മനക്കിൽ നിന്ന് ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നല്ലേപ്പിള്ളി കുട്ടന്മാരാരുടെയും ശങ്കരപുരം പ്രകാശൻ മാരാരുടെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യം, കൊടലിൽ കൃഷ്ണകുമാർ മാരാരുടെ നേതൃത്വത്തിൽ തായമ്പക, മേളം, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവയുണ്ടായി. ശനിയാഴ്ച പുലർച്ചെ കൊടിയിറങ്ങിയതോടെ താലപ്പൊലി സമാപിച്ചു. കല്ലടത്തൂർ ക്ഷേത്ര താലപ്പൊലി കാണാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. എടപ്പാൾ വട്ടംകുളം സ്വദേശി 70 വയസ്സുള്ള മൊയ്തീൻകുട്ടിയാണ് മരിച്ചത്. പകൽപൂരം കണ്ട ശേഷം സമീപത്തെ പള്ളിയിൽ നമസ്കരിച്ച് വെടിക്കെട്ട് കാണാൻ ഉത്സവപ്പറമ്പിലേക്ക് നടക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് എടപ്പാളിൽ ഉജ്ജ്വല വരവേൽപ്പ്. മലപ്പുറം ജില്ലയിലെ 3ാമത്തെ സ്വീകരണമാണ് തവനൂർ മണ്ഡലത്തിലെ എടപ്പാളിൽ നൽകിയത്.
ഗോവിന്ദ തിയേറ്ററിനു സമീപത്തു നിന്നും ജാഥാനായകരെ KPCCയുടെ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെ ആരവത്തിൽ വാദ്യകലാരൂപങ്ങളുടെ അകമ്പടിയോടെ കുറ്റിപ്പുറം റോഡിലെ ഗ്രൌണ്ടിൽ ഒരുക്കിയ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് VS ജോയിയുടെ അധ്യക്ഷതയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കാര്യത്തിനും കുടുംബത്തിനും വേണ്ടി നയിക്കുന്ന ഭരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും കോൺഗ്രസ് ഇല്ലാത്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യമെന്നും അതിന് ഒത്താശ ചെയ്യുന്ന പ്രവർത്തനമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും ലാവ്ലിൻ കേസ് വിധി പറഞ്ഞാൽ പിണറായി വിജയൻ ജയിലിലാകുമെന്ന് ഭയന്നാണ് കേസ് മാറ്റിവെക്കുന്നതെന്നും അത് BJPയുമായുള്ള ധാരണ പ്രകാരമാണെന്നും യോഗത്തെ അഭിസംബോധന ചെയ്ത് KPCC പ്രസിഡന്റ് സുധാകരൻ MPയും പറഞ്ഞു. കേന്ദ്രത്തിൽ മോദി ചെയ്യുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും നിർവഹിക്കുന്നതെന്നും മോദിയും പിണറായിയും തമ്മിലുള്ള അന്തർധാര ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ സെക്രട്ടറി നസറുള്ള, AP അനിൽകുമാർ MLA, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, അത്തിപ്പറ്റ് ജമീല, മുൻ MP C ഹരിദാസ്, റെജിൽ മാക്കുറ്റി, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എടപ്പാളിലെ സ്വീകരണ യോഗത്തിന് ശേഷം സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു. പാലക്കാട് സമ്മേളനത്തിൽ കൊളപ്പുള്ളിയിൽ ഞാനും ആ യോഗത്തിലെത്താം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും 1.25 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന് അനുഭവസ്ഥരായ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകം നേർന്നുകൊണ്ട് ഈ ഐതിഹാസികമായ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് സെക്രട്ടേറിയറ്റിനകത്ത് തമ്പടിച്ചിരിക്കുന്ന ആളുകൾ ഞെട്ടിവിറയ്ക്കേണ്ട സാഹചര്യം ഒഴുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് CCTV ന്യൂസ് തൃത്താല. സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വില വർധനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പട്ടാമ്പിയിൽ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പി സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിരുന്നു പട്ടാമ്പിയിലും സപ്ലൈകോന് മുന്നിൽ സമരം ഒരുക്കിയത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA സാജിദ് സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര പ്രയാസത്തിലാത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിത്യവൃത്തിക്ക് തനിക്ക് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ പൊതുവിപണിയിൽ വില കൂടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലും ആവർത്തിച്ചുള്ള എല്ലാ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി പറഞ്ഞിരുന്നത് നിത്യ ജീവിതത്തിന് ആവശ്യമായ 13 തരം സാധനങ്ങൾ ഉൾപ്പെടെ സപ്ലൈകോയിൽ വലിയ വിലക്കുറവിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും വലിയ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ആവർത്തിച്ച് നൽകിയിരുന്ന മറുപടിയായിരുന്നു സപ്ലൈകോ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സപ്ലൈകോയിൽ നിലവിൽ സബ്സിഡി നിരക്കിൽ ലഭ്യമായിക്കൊണ്ടിരുന്ന 13 ഐറ്റം സാധനങ്ങൾക്കും വലിയ തരത്തിലുള്ള വിലവർധനവ് വരുത്തി എന്നുള്ളതാണ്. ഒരു മനുഷ്യന് അവന് കെട്ടിട നികുതിയുടെ കാര്യത്തിലാണെങ്കിൽ വലിയ വർധനവ് വരുത്തിയിരിക്കുന്നു, ബിൽഡിംഗ് പെർമിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ വർധനവ് വരുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മുൻ സർക്കാരുകളൊക്കെ റേഷൻ കടകളിൽ സൗജന്യമായി നൽകിയിരുന്ന സംവിധാനങ്ങളെല്ലാം അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, കുടിവെള്ളത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏതു മേഖലകൾ എടുത്തു പരിശോധിച്ചാലും അറിയാം വലിയ തരത്തിലുള്ള വിലക്കയറ്റത്തെക്കുറിച്ച് അതല്ലെങ്കിൽ വർധനവിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് അറിയാനും പറയാനുമുള്ളത്. VP യാസർ അധ്യക്ഷനായിരുന്നു. CA റാസി, MK മുഷ്താഖ്, അനസ് കൊടലൂർ, സേതരവി വടക്കേതിൽ, KP റസാഖ്, KP അൻവർ, ഫാസിൽ നമ്പ്രം, P സുലൈമാൻ, ആഷിഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ ഡോക്ടർ ഹുറൈർകുട്ടി അനുസ്മരണവും ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. അരനൂറ്റാണ്ട് കാലത്തിനപ്പുറം കൂടല്ലൂരിന്റെ ഡോക്ടറും ആയുർവേദ രംഗത്തെ ആചാര്യതുല്യനുമായിരുന്ന ഡോക്ടർ ഹുറൈർകുട്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം ഒരുക്കിയത്. ഇതോടൊപ്പം ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനവും മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയത്. ദി ആയുർവേദ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. രാവിലെ മുൻ MLA CP മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
അത് ഏത് പ്രൊഫഷനായിക്കോട്ടെ, വൈദ്യരായിക്കോട്ടെ, ഡോക്ടറായിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ ആ ജീവിതത്തിൽ ഈ ലോകത്തിനും സമൂഹത്തിനും നൽകിയ സംഭാവന, ആ സംഭാവനയ്ക്ക് മരണമില്ല, അതെന്നെന്നും നിലനിൽക്കും. ആയുർവേദം വളരെ മോശമായ ഒരു വൈദ്യശാസ്ത്രമാണെന്ന് പറഞ്ഞ അലോപ്പതി ഡോക്ടർമാർ എന്നോട് പറഞ്ഞ അനുഭവം ഇരിക്കുന്നു. ലോകത്തിൽ ഒരു ശാസ്ത്രവും മോശമല്ല. ശാസ്ത്രാർത്ഥങ്ങൾ കണ്ടു നിൽക്കുന്ന ഒരു വൈദ്യ പാരമ്പര്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സുശ്രുതന്റെയും ശരകന്റെയും ബ്രാഹ്മണന്റെയും കാര്യം ദേവിദാസ് വാര്യര് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. ആയുർവേദം എന്നുള്ളത് ഋഷിപ്രവർത്തനമായ ഒരു ശാസ്ത്രമാണ്. അലോപ്പതിയുടെ ആധുനിക ടെക്നോളജി കണ്ടുപിടിക്കുന്നതിൻ്റെയും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ, പ്രത്യേകിച്ചും ഭാരതീയർ, ചികിത്സയെ ആശ്രയിച്ചിരുന്നത് ആയുർവേദ ചികിത്സയാണ്. ദേവിദാസ് വാര്യർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ AR രാമചന്ദ്രൻ, ഡോക്ടർ PK നിയാസ് ഹുറൈർകുട്ടി, ഡോക്ടർ ഷബിന ജലി, ഡോക്ടർ പ്രജിത് പുളിയപ്പെട്ട, ഡോക്ടർ മുഫീദ ഹാസിഫ്, ക്യാമ്പ് ചീഫ് കോർഡിനേറ്റർ KS മുരളി, ഉദയഭാനു വൈദ്യർ, GM ദുബേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ആയുർവേദ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ദേവിദാസ് വാര്യർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. സൗജന്യ ബ്ലഡ് പരിശോധന, ഫുൾ ബോഡി ചെക്കപ്പ് എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തികവേല വർണ്ണാഭമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾക്ക് ശേഷം കാർത്തികവേലയുടെ ആഘോഷങ്ങൾ ആരംഭിച്ചു. വടക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് മൂർക്കുളങ്ങര പഞ്ചവാദ്യത്തോടുകൂടി ഗജവീരന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തെക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് സെന്ററിൽ തിരിച്ചെത്തി പിന്നീട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടായി. പരമ്പരാഗത നാടൻ വേലകൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, തായമ്പക. രാത്രി 12-ന് 2 വിഭാഗങ്ങളുടെ പഞ്ചവാദ്യവും തുടർന്ന് പൂരം ആവർത്തനത്തിന് ശേഷം പുലർച്ചെയുള്ള എഴുന്നള്ളിപ്പോടെ വേലയ്ക്ക് സമാപനമായി. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.